CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലെ പ്രതി അനന്തകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തെ കസ്റ്റഡിയാണ് മൂവാറ്റുപുഴ കോടതി അനുവദിച്ചത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനെതിരെ തൃശൂരിലും കേസെടുത്തു. 7 വനിതകളുടെ പരാതിയിലാണ് അന്തിക്കാട് പോലീസ് കേസെടുത്തത്. 4 പേർക്ക് സ്കൂട്ടറും 3 പേർക്ക് ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് കേസ്. തിരുവനന്തപുരം ആര്യൻകോട് പോലീസ് സ്റ്റേഷനിലും വടക്കാഞ്ചേരി സ്റ്റേഷനിലും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. 3 പരാതികളാണ് വടക്കാഞ്ചേരി പോലീസിൽ ലഭിച്ചത്. 48 പേർക്ക് വടക്കാഞ്ചേരിയിൽ പണം നഷ്ടമായി എന്നാണ് സൂചന. 108 പേരാണ് പരാതിയുമായി ആര്യൻകോട് സ്റ്റേഷനിൽ എത്തിയത്. സർക്കാരിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ വനിതാ സ്വയം സഹായ സംഘത്തിന്റെ പേരിലാണ് ഒറ്റശേഖരമംഗലത്ത് തട്ടിപ്പ് നടത്തിയത്. അതിനിടെ വടക്കാഞ്ചേരിയിലെ ഒരു കൌൺസിലറുടെ നേതൃത്വത്തിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചു എന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ കൌൺസിലറുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അനന്തകൃഷ്ണന്റെ 19 ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും 3 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിനിടെ തട്ടിപ്പിൽ ഇഡിയും പ്രാഥമിക വിവരശേഖരണം ആരംഭിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിന് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ അനുവദിക്കണമെന്ന പോലീസ് ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴ ജുഡീഷ്യൽ കോടതിയുടെ നടപടി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.